ആഹാ എന്താ സത്തോ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഏകദേശം 30 വർഷത്തോളം പഴക്കമുള്ള ഒരു അർമദയാണ് നമ്മളെ കൂടെ നിന്നുള്ളത്, മഹേന്ദ്ര അർമദ. ഞാൻ ഈ ഒരു വണ്ടിയിൽ അല്ലെങ്കിൽ അർമദ എന്നൊരു വാഹനത്തിൽ ആദ്യമായിട്ട് കയറുന്നത് ഒരു കല്യാണ ഫംഗ്ഷന് പോയപ്പോഴാണ്. പണ്ട് കാലത്ത് അംബാസഡറും അത് കണക്ക് ജീപ്പുകളും ട്രക്കുകളും ഒക്കെ കല്യാണ ഓട്ടങ്ങൾ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇത് കണക്കൊരു അർമദയിൽ കയറിയിട്ടുണ്ട്. അതിനുശേഷം കാര്യമായ ഒരു അവസരങ്ങളൊന്നും അർമദയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അർമദയാണ് നമ്മളുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വണ്ടി സിംഗിൾ ഓണർ വാഹനമാണ്. 1996 മോഡൽ ഒരു അർമദയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു വണ്ടിയെ ആ ഒരു ഉടമസ്ഥൻ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയേക്കാണ്. ഇപ്പോൾ നമ്മളടുത്ത് റിപ്പയർ ചെയ്യാൻ തന്നപ്പം പോലും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അതായത് വീൽ കപ്പുകളാണെങ്കിൽ പോലും ആ ഒരു പഴയ വീൽ കപ്പുകൾ, അതായത് വണ്ടി വാങ്ങിച്ചപ്പം ഉള്ള വീൽ കപ്പുകളാണ്, ഡാമേജ് ആകാതെ ശ്രദ്ധിച്ചോണം എന്നുള്ളതാണ്. അപ്പം ഇതാണ് നമ്മളുടെ അർമദ. 1996 മോഡൽ ഈ ഒരു അർമദയെ ആ കാലഘട്ടത്തിൽ നിന്ന് പോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും ഈ 2025 അവസാന കാലഘട്ടത്തിലും ഇവൻ്റെ റോഡ് പ്രസൻസും ആ ഒരു കാണാനുള്ളൊരു ഭംഗിയും കാരണം ഇപ്പോഴും അപ്പോഴും എന്നും അന്നും ഇന്നും എല്ലാവരും നോക്കി നിന്ന് പോകുന്ന ഒരു വാഹനം തന്നെയാണ് അർമദ. നമുക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് ആദ്യം പരിചയപ്പെടാം. ഏതൊരു വണ്ടി ഭ്രാന്തൻ്റെയും മനസ്സിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു ശബ്ദമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ. ഇനിയിപ്പം ഈ ഒരു വണ്ടിയുടെ ബോണറ്റ് തുറക്കാനായിട്ട് ഇതാ ഈ ഒരു ഹുക്ക് എടുത്ത് വിട്ടാൽ മതി. നമ്മൾ ജീപ്പിനൊക്കെ കണ്ടുവരുന്ന കണക്കുള്ള ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു ഹുക്ക് സെറ്റപ്പും. ഈ ഒരു ലോക്ക് അങ്ങോട്ട് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ലിവറുണ്ട്. എന്ത് ചെയ്ത് ഈ ലിവറിൽ ജസ്റ്റ് പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പൊക്കിയെടുക്കാം. ഇതാണ് നമ്മളുടെ അർമദയുടെ ഒരു എൻജിൻ ക്യാബിൻ എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലുള്ള ആ ഒരു പുലിക്കുട്ടിയായ ഒരു എൻജിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് പിന്നെ ഈ ഒരു ബോണറ്റിൻ്റെ ഒരു കേസ് ഇട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയൊക്കെ അടിച്ചുകൊണ്ട് പോകാം. അങ്ങനെ 1-2 സംഭവം ഉണ്ടായതുകൊണ്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹുക്ക് ചെയ്തിട്ട് ഇത് ലോക്ക് ചെയ്തിട്ടേക്കും. ബോണറ്റിൽ ഒരു സാധാ നമ്മളെ പാണ്ടിപ്പൂട്ട് എന്നൊക്കെ പറയത്തില്ലേ, അത് കണക്കൊരു ലോക്ക് ചെയ്തിട്ടേക്കും. ഈ ഒരു എൻജിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ ആ ഒരു ജീപ്പിൻ്റെയൊക്കെ എൻജിൻ ക്യാബിൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. 2112 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു പ്യൂഷോ എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. 60 PS പവറും അതുപോലെ തന്നെ 120 Nm ടോർക്കും വരുന്ന ഈ ഒരു എൻജിൻ വന്നിട്ട് ഒരു പഴയ കാലത്തെ ഒരു എൻജിനാണ് എന്ന് കരുതി ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എൻജിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അന്യായമാണ്. എങ്ങനെ വേണമെങ്കിലും കിടന്ന് ഓടുന്ന ഒരു എൻജിനാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു SUV വിഭാഗത്തിൽപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മളെ ഈ ഒരു അർമദ. ഇതിന് കൊടുത്തേക്കുന്ന ഈ ഒരു എൻജിൻ പ്യൂഷോയുടെ എൻജിനാണ്. ഈ ഒരു എൻജിൻ സാധാ FIP ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് സിസ്റ്റം വരുന്ന ഒരു സാധാ ഒരു ഫ്യൂൽ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഈടുറ്റു നിൽക്കുന്ന ഒരു എൻജിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു എൻജിൻ്റെ ടൈമിങ് വരുന്നത് വെച്ചാൽ ഗിയർ ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ടൈമിങ്ങിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എൻജിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലൊന്നും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വണ്ടിയുടെ റേഡിയേറ്ററിൻ്റെ ഭാഗത്തോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു മെറ്റൽ ടൈപ്പ് റേഡിയേറ്ററാണ്. നമ്മളൊരു ഹൈ റേഞ്ചൊക്കെ കയറുമ്പോഴത്തേക്ക് ഓവർ ഹീറ്റ് കൂടുതൽ കാണിക്കാൻ സാധ്യതയുള്ള ഒരു എൻജിനാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ, ഈ ഒരു എയർ ഫിൽറ്റർ വന്നിട്ട് വെറ്റ് ടൈപ്പ് എയർ ഫിൽറ്ററാണ്.
എന്നുള്ളതാണ്. അതായത് എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓയിലും കൂടെ ഒഴിച്ച് വെക്കും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലീനിങ്, അതായത് എയറിൻ്റെ ക്ലീനിങ് കുറച്ചും കൂടെ എഫിഷ്യൻസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വെറ്റ് ടൈപ്പ് എയർ ഫിൽറ്റർ മഹേന്ദ്ര ഇപ്പോഴും പല വാഹനങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. XUV-യിലായിക്കോട്ടെ, സ്കോർപ്പിയോയിലായിക്കോട്ടെ, അത് കണക്ക് സൈലോയിലായിക്കോട്ടെ, അങ്ങനെ പല വാഹനങ്ങളിലും വെറ്റ് ടൈപ്പ് എയർ ഫിൽറ്റർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടർബോ വരാത്ത ഒരു എഞ്ചിനാണ്, അതായത് നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഈ ഒരു വാഹനം പവർ സ്റ്റിയറിംഗ് അല്ല, അതുപോലെ തന്നെ AC-യും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ബെൽറ്റിൽ, സാധാ ഒരു ബെൽറ്റിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്ററിനെയും വാട്ടർ പമ്പിനെയും വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു ബെൽറ്റ് മാത്രം ഈ ഒരു എഞ്ചിനിൽ ഉള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വന്നിട്ട് പവർ സ്റ്റിയറിംഗ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഹെവി ഡ്യൂട്ടി ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ ശീലമുള്ള ടീമുകളൊക്കെ ഈ വണ്ടിയിൽ കയറുകയാണെങ്കിൽ കൈക്ക് ഇത്തിരി വേദന വരുന്ന രീതിയിലായിരിക്കും. കാര്യം വെച്ചാൽ കുറച്ചും കൂടെ എഫേർട്ട് എടുത്താൽ മാത്രമേ ഈ ഒരു വണ്ടി ലെഫ്റ്റും റൈറ്റും നിർത്തി ഓടിക്കാനൊക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് വന്നിട്ട് ഒരു സാധാ രീതിയിലുള്ള ബ്രേക്കാണ്. അതായത് ഇതിൽ ബൂസ്റ്റർ, വാക്കം ബൂസ്റ്ററും കാര്യങ്ങളും വരുന്നില്ല എന്നുള്ളതാണ്. വാക്കം ബൂസ്റ്റർ വരാത്തത് കൊണ്ട് തന്നെ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോഴും, അല്ലെങ്കിൽ അത്യാവശ്യം പെട്ടെന്നൊന്ന് ബ്രേക്ക് ഔട്ടേണ്ടി വരും വന്നാലൊക്കെ കുറച്ചും കൂടെ നല്ലോണം അമർത്തി ചവിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി പറയുന്ന കണക്കൊന്നും കേൾക്കില്ല കേട്ടോ. അത് കണക്ക് തന്നെ സ്റ്റിയറിങ്ങിന് സ്വാഭാവികമായും ജീപ്പൊക്കെ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇപ്പം പവർ സ്റ്റിയറിംഗ് അല്ലാത്ത സാധാ ജീപ്പുകളൊക്കെ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, കുറച്ച് സ്റ്റിയറിങ്ങിന് പ്ലേ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കണക്ക് കൂട്ടലില്ലാതെ ഈ ഒരു വണ്ടി ഓടിക്കാൻ കഴിയില്ല. അതായത് കാറൊക്കെ, സാധാ കാറുകളും കാര്യങ്ങളൊക്കെ ഓടിച്ച് ശീലമുള്ള ഒരാൾ പെട്ടെന്ന് കയറി ഈ ഒരു വാഹനം കൈകാര്യം ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് അത്ര പെട്ടെന്ന് എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു 10-20 മിനിറ്റെങ്കിലും ഒന്ന് കയ്യിലിട്ട് കളിച്ചാലേ പറ്റുള്ളൂ. അപ്പം ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ സൈഡിലുള്ള ഈ മറ്റ് ചെറിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. ഈ ഒരു സീറ്റിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ബെഞ്ച് സീറ്റാണ്, സ്പ്ലിറ്റ് ടൈപ്പ് ബെഞ്ച് സീറ്റാണ്. പഴയകാല അംബാസഡറിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇത് മനസ്സിലാവും. ഡ്രൈവർ സീറ്റ് മാത്രം നമുക്ക് ഇത് കണക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് ഫ്രണ്ടിൽ സുഖകരമായ രീതിയിൽ ഇരിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ AC-യോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ ഒരു വണ്ടിയുടെ മുൻഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇത് കണ്ട AC വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പഴയ സ്റ്റീരിയോ ഒക്കെ, നമ്മൾ കാസറ്റ് ഇടുന്ന സ്റ്റീരിയോ ഒക്കെ, നമ്മളെ കൂട്ടത്തിലുള്ള ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇത് കണ്ടിട്ടില്ലായിരിക്കും ഒരു പക്ഷേ. കാസറ്റ് ഇടുന്ന പഴയ സ്റ്റീരിയോ, അത് കണക്കിന് പണ്ട് കാലത്തെ ആ ഒരു ബൾബൊക്കെ കത്തിച്ചിട്ട്, LED അല്ല, ബൾബൊക്കെ കത്തിച്ച് വരുന്ന രീതിയിലുള്ള എന്താ പറയുക, ക്ലസ്റ്റർ ബോർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്ലേ ഉണ്ട് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ ഇത്രയുണ്ട്. കുറച്ച് മെയിൻ്റനൻസിന് ഇപ്പം പഴക്കത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ബൊലീറോയുടെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, ഇപ്പം പഴയ ഒരു ബൊലീറോയുടെ ഉള്ളിലോട്ട് പോയി കയറിയിരിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ബൊലീറോയുടെ മുതുമുത്തപ്പൻ എന്ന് വേണമെങ്കിൽ ഈ ഒരു വാഹനത്തിന് പറയാം. ഇതിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ബൊലീറോ എന്ന് പറയുന്നത് നമ്മളിപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്, ആ ഒരു വാഹനം വന്നേക്കുന്നത് എന്നുള്ളതാണ്. ഒരു ചെറിയ ഫ്രണ്ട് വിൻഡ് ഗ്ലാസും അത് കണക്ക് തന്നെ ബൊലീറോ തന്നെ ഉള്ളിലോട്ട് കയറിയിരിക്കുമ്പം ഏകദേശം ഒരു ബൊലീറോയുടെ ഒരു ഫീലിംഗ് തന്നെയാണ്. സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തോട്ടാണെങ്കിലും എങ്ങനെ നോക്കിയാണെങ്കിലും ബൊലീറോയുടെ ഒരു ഫീലിംഗ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കയറി ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രൗഡാണ് സംഭവം, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി ഓടിച്ചു പോകാൻ നേരത്ത് ആൾക്കാരൊക്കെ ഈ ഒരു വണ്ടിയെയും നമ്മളെയും നോക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന നമുക്കൊരു അനുഭൂതി ഉണ്ടല്ലോ, അതൊരു ഭയങ്കര രസമുള്ള സംഭവം കേട്ടോ. അതുപോലെ തന്നെ പാസഞ്ചർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും എന്നാ സ്പേസ് എന്നറിയോ, എന്ത് സുഖം എന്നറിയോ. നല്ല രീതിയിലുള്ള ഒരു ലെഗ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ 2 പേർക്ക് ഇരിക്കാം. അതായത് മുൻഭാഗത്ത് ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് ഇരിക്കാൻ കഴിയും. പിന്നെ AC-യും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ചൂടൊക്കെ അടിച്ച് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 1996 മോഡലൊരു വാഹനമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. ഒരു 4 സ്പീഡ് ഗിയർ ബോക്സോട് കൂടി വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു അർമദ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പുറകോട്ട് വണ്ടിയുടെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വലിയ ടൈപ്പ് സീറ്റാണ്, സോഫ ടൈപ്പ് സീറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് ഇതിപ്പോൾ ഇത്തിരി പുറകോട്ടിട്ടേക്കുന്നതുകൊണ്ടാണ്, കുറച്ച് മുമ്പോട്ടിടിക്കുകയാണെങ്കിൽ മുട്ട് തട്ടാത്ത രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ലെഗ് റൂം കുറവാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമുണ്ട്. അതുപോലെ തന്നെ തിയേറ്റർ സെറ്റപ്പ് സീറ്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരാളിരുന്നാലും അത്യാവശ്യം മുൻഭാഗമൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നടുക്കത്തെ റോ നല്ല രീതിയിൽ ഉയർന്ന രീതിയിലാണ് വരുന്നത്. അത് കണക്കിന് ഏറ്റവും പിറകു ഭാഗത്ത് റോ എന്ന് വെച്ചാൽ നമ്മളെ ബൊലീറോയ്ക്ക് സമാനമായിട്ടുള്ള അത്യാവശ്യം 2 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ബൊലീറോയ്ക്ക് സമാനമായിട്ടുള്ള സെയിം ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡോറുകളാണെങ്കിലും ക്യാബിൻ്റെ ഉള്ളിലോട്ട് കയറിയിരുന്നാലും ഒരു ബൊലീറോയുടെ ഉൾഭാഗത്ത് കയറിയിരുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ
ഈ ഭാഗം മുതൽ പിൻഭാഗത്തോട്ട് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് അർമദയാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ പഴയ ഒരു ബൊലീറോ ആണെന്നേ തോന്നുള്ളൂ. അതേസമയം മുൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ആ ഒരു അർമദയുടെ സിഗ്നേച്ചർ വരുന്നത് വെച്ചാൽ ഈ ഒരു മുൻഭാഗത്തേട്ടാണ്. ഇപ്പം ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ സെറ്റപ്പ് വരുമ്പോഴത്തേക്ക് ഫുള്ള്, അതായത് 4 വീലും, അതായത് മുൻഭാഗത്തും പിൻഭാഗത്തും ലീ സ്പ്രിങ്ങോട് കൂടി വരുന്ന റിജിഡ് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. ഇത് 4x2 ആണ്. അതായത് പിൻവീലുകളാണ് ഇതിനെ മുൻപോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ലീ സ്പ്രിങ് ആണ് എന്നുള്ളത്. അതിൻ്റേതായ ഒരു ചെറിയ തെറുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുമെന്നുണ്ടെങ്കിലും അത് കാര്യമായ രീതിയിൽ ഉള്ളിലേക്ക് കിട്ടില്ല എന്നുള്ളത് ഒരു രസകരമായൊരു സംഭവമാണ്. കാര്യം വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ഒരു സസ്പെൻഷൻ സിസ്റ്റം അങ്ങനെയാണ്. ഹെവി ഡ്യൂട്ടി ടൈപ്പ് സ്റ്റിയറിംഗ് കൺട്രോൾ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഡ്രാലിങ്ക്, പുഷ് ആൻഡ് പുൾ റോഡ്, ടൈറോഡൻറ്റ് അത്തരത്തിൽ വരുന്ന കുറച്ചധികം സങ്കീർണമായ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയേക്കുന്നത്. ഒരു ഹെവി ഡ്യൂട്ടി സെറ്റപ്പ്, അതായത് ആ ഒരു കാലഘട്ടത്തിലുള്ള റോട്ടിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് സെറ്റപ്പാണ്, ഒരു കൺട്രോൾ സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാൻ എന്നുണ്ടെങ്കിലും ഭയങ്കര രസകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് ആയിരിക്കും. കുറച്ച് കുണ്ടും കുഴിയും അല്ലെങ്കിൽ ഓഫ് റോഡിന് സമാനമായിട്ടുള്ള ഒരു റോഡിലൂടെ ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട്. ഇപ്പം നല്ല റോഡിൽ കൂടെ ഓടിക്കുന്നതും ഓഫ് റോഡ് പോലെ അല്ലെങ്കിൽ ഒത്തിരി കുണ്ടും കുഴിയും പ്രശ്നങ്ങളുള്ള റോഡിൽ കൂടെ ഓടിക്കുമ്പോഴും ഈ ഒരു വാഹനത്തിൽ ഒരു കാരണവശാലും നമുക്ക് പ്രത്യേകിച്ചിപ്പം കട്ടലൊക്കെ ഉള്ള റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോൾ എൻ്റെ ടവയറാണെങ്കിൽ പോലും ഓടിച്ചുകൊണ്ട് വന്നിട്ട് സ്റ്റിയറിംഗ് ഒക്കെ വിട്ടാലും ഇത് നല്ല കുഴിലൊക്കെ വീഴുമ്പോൾ ഒരു ഇടിയും ബഹളമൊക്കെ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്മൂത്തായിട്ട് നൈസിന് ഇവനെ കയറി ഓടിപ്പോകും. പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു റിജിഡ് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. ലീ സ്പ്രിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ റിയൽ വീൽ ഡ്രൈവ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിൻഭാഗത്ത് ഡ്രം ബ്രേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗത്തും ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്ന വാഹനങ്ങൾ ഇതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മുൻഭാഗത്ത് വരുന്നത് വെച്ചാൽ ഡ്രം ബ്രേക്ക് വരുന്ന ബ്രേക്കിംഗ് സംവിധാനമാണ്. ആഹാ, എന്താ സത്തോ! അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. എനിക്ക് ഈ ഒരു വണ്ടി ഏറ്റവും കൂടുതൽ ഓടിക്കാൻ ഭയങ്കര രസം തോന്നിയ വെച്ചാൽ ആ ഫ്രണ്ടിലത്തെ റോഡ് കണ്ടോ? ഓക്കെ, ഒന്നും അറിയണ്ട, സിമ്പിളായിട്ട് ഇവനെ കയറിപ്പോവും. കണ്ട, പെരുങ്ങാത്തൊരു ഒരു ഒരു സംഭവമാണ് ഇത്. നമ്മൾ മെരുകിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. ബ്രേക്ക് ആണെങ്കിലും അതിൻ്റെ സ്റ്റിയറിംഗ് യൂണിറ്റ് ആണെങ്കിലും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു അർമദയുടെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.